ഇന്ന് നമുക്കൊരു ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ? ചെമ്മീൻ നല്ലോണം വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാൻ വെക്കാം. കുറച്ച് കുഞ്ഞുള്ളിയും ഒരു 5-6 സവോളയും അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ട് കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് കുഞ്ഞുള്ളി, സവോള, കറിവേപ്പില, പച്ചമുളക് ഇട്ട് വാട്ടാം. ഉള്ളി നന്നായി വാടാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ചു കൊടുത്താൽ വേഗം ഉള്ളി വാടും. ഉള്ളി നന്നായിട്ട് വാടി വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം. തക്കാളി ചേർത്തിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ പിന്നെ ഇളക്കി കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെയും പച്ചമണം മാറും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ആ സമയം നമുക്ക് ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കാം. ഇനി അതിനായിട്ട് വെള്ളം വാർന്ന ചെമ്മീനിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ട് നന്നായിട്ട് പെനച്ചെടുക്കുക. ഇനി കുറച്ചേരം ആ മസാല ഒന്ന് പിടിക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്നിങ്ങനെ വറുത്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം, നന്നായിട്ട് ഫ്രൈ ചെയ്യാതെ ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കാം. ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ, വെള്ളത്തിൽ കടന്ന് തിളയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണെന്നാവോ? നിങ്ങൾക്ക് പ്രോൺസ് അവിടെ കടന്ന് വേവട്ടെ. ഇനി നമുക്ക് ഉള്ളിയിലോട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ആവശ്യത്തിന് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ കാശ്മീരി ചില്ലി എന്നിവയും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ പച്ചമണം പോകും വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ഞാൻ ആ ചെമ്മീൻ മറച്ചിട്ടിട്ടൊക്കെ ഇങ്ങനെ വേവിക്കുന്നുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്, ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീനെല്ലാം നമുക്ക് ആ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഗ്യാസ് സിമ്മിലിട്ടിട്ട് ആ ചെമ്മീനെ വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ധാരാളമായി ഉള്ളത് കൊണ്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.